മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിട്ടും അയവില്ലാതെ IAS തലപ്പത്തെ പോര്. ഹിയറിംഗിനായി N പ്രശാന്ത് മുന്നോട്ട് വെച്ച ഉപാധികൾ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ തള്ളി. ഹിയറിംഗ് തത്സമയം പുറത്തുവിടണം, ശബ്ദവും ദൃശ്യവും റെക്കോർഡ് ചെയ്യണം എന്നീ ആവശ്യങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് ചീഫ് സെക്രട്ടറി വ്യക്തമാക്കി. ബുധനാഴ്ച വൈകിട്ട് 4:30 ഹാജരാകാനായിരുന്നു ചീഫ് സെക്രട്ടറി ഓഫീസ് N പ്രശാന്തിന് കത്ത് നൽകിയത്. MG പ്രതീഷ് വിശദാംശങ്ങളുമായി. പ്രതീഷ്, വിചിത്രമായ ആവശ്യങ്ങളാണ് പ്രശാന്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നത്. അത് സാധ്യമല്ല എന്ന് ചീഫ് സെക്രട്ടറി അറിയിച്ചിരിക്കുകയാണല്ലോ. ഇനിയിപ്പോൾ പ്രശാന്ത് ഹിയറിംഗിന് ഹാജരാകാതിരിക്കാൻ സാധിക്കില്ല. എന്താകും അദ്ദേഹത്തിന്റെ തുടർ നീക്കങ്ങൾ? ചീഫ് സെക്രട്ടറിയുടെ നിലപാട് എന്താണ്? അനുജ, N പ്രശാന്ത് IASനെതിരായ വകുപ്പുതല നടപടിയുടെ ഭാഗമായുള്ള വകുപ്പുതല അന്വേഷണമാണ് നിലവിൽ പുരോഗമിക്കുന്നത്. ഇതിന്റെ കൂടി ഭാഗമായാണ് N പ്രശാന്തിന്റെ പരാതികൾ നേരിട്ട് കേൾക്കാൻ ചീഫ് സെക്രട്ടറി ഹിയറിംഗ് വിളിച്ചത്. ഈ മാസം 16-ാം തീയതി 4:30 ഹാജരാകാനാണ് പ്രശാന്തിന് നോട്ടീസിലൂടെ ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിയത്. ആ ഘട്ടത്തിലാണ് ചില വിചിത്രമായ നിബന്ധനകൾ N പ്രശാന്ത് IAS മുന്നോട്ട് വെച്ചത്. അത് അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓഡിയോ വീഡിയോ റെക്കോർഡ് ചെയ്യണം, ഒപ്പം ഈ ഹിയറിംഗ് തത്സമയം സ്ട്രീമിംഗ് നടത്തണം എന്നതാണ് പ്രധാനമായും ഈ പ്രശാന്ത് മുന്നോട്ട് വെച്ച കാര്യം. ഇത് വളരെ വിചിത്രമായ നിബന്ധനയാണ് എന്നതാണ് ചീഫ് സെക്രട്ടറിയുടെ നിലപാട്, അല്ലെങ്കിൽ സർക്കാരിന്റെ തന്നെ ഒരു തീരുമാനമായി ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. നിബന്ധനകൾ ചീഫ് സെക്രട്ടറി പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇടപെട്ടതിന് പിന്നാലെയാണ് പ്രശാന്തിന്റെ പരാതികൾ കേൾക്കാൻ ഒരു ഹിയറിംഗ് വിളിക്കാനുള്ള തീരുമാനവും ആയിട്ടുള്ളത്. ഇതിൽ ഇനി പ്രശാന്തിന്റെ നിലപാട് എന്തായിരിക്കും? പ്രശാന്ത് ഈ ഹിയറിംഗിന് ഹാജരായി തന്റെ പരാതികൾ ചീഫ് സെക്രട്ടറിക്ക് മുന്നിൽ നേരിട്ട് നൽകുമ്പോൾ അതിൽ സർക്കാർ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി എന്ത് നടപടി എടുക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി IAS തലപ്പത്തെ പോര് തുടരുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥനെതിരെയും ഒപ്പം സ്വന്തം സഹപ്രവർത്തകനെതിരെയും അതിരൂക്ഷമായ ആരോപണങ്ങളും വിമർശനങ്ങളുമാണ് N പ്രശാന്ത് സാമൂഹിക മാധ്യമങ്ങൾ വഴി മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഒപ്പം അതിനെതിരായ നടപടിയിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ ചീഫ് സെക്രട്ടറിക്കെതിരെയും ഒരു കടുത്ത നിലപാട് N പ്രശാന്ത് സ്വീകരിച്ചു. വിശദീകരണം തേടിയ ചീഫ് സെക്രട്ടറിയോട് തിരികെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സമീപനമായിരുന്നു N പ്രശാന്തിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. ഈ ഘട്ടത്തിലൊക്കെ തന്നെ വലിയ അഭിപ്രായ ഭിന്നതകൾ അല്ലെങ്കിൽ അതൃപ്തി IASകാർക്കിടയിൽ തന്നെ ഉണ്ട്. ഒരു വിഭാഗം പ്രശാന്തിനെ പിന്തുണയ്ക്കുന്നവരും ഒപ്പം ഈ ചീഫ് സെക്രട്ടറിക്കെതിരെ ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന പ്രശാന്തിന്റെ നിലപാടിനെതിരെ കടുത്ത വിയോജിപ്പുമായി ചീഫ് സെക്രട്ടറിയെ അനുകൂലിച്ചുകൊണ്ട് മറ്റൊരു വിഭാഗം IASകാരൊക്കെ തന്നെ രംഗത്തുണ്ട്. എന്തായാലും ഈ 16-ന് ഈ പ്രശാന്ത് ഹാജരാകുമെന്നതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. അതിൽ സർക്കാർ ഇനി എന്ത് നിലപാടെടുക്കുമെന്നതാണ് ഏറ്റവും നിർണായകരമായ കാര്യം. അതെ, 16-ാം തീയതി ഹിയറിംഗിന് ഹാജരാകണം എന്നതാണ് ചീഫ് സെക്രട്ടറി പ്രശാന്തിനോട് ആവശ്യപ്പെട്ടത്. അതിലാണ് ഉപാധികൾ വെച്ചത്. റെക്കോർഡ് ചെയ്യണം, കൂടാതെ ശബ്ദവും ദൃശ്യവും റെക്കോർഡ് ചെയ്യണമെന്നുൾപ്പെടെ ലൈവ് സ്ട്രീമിംഗ് നടത്തണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ, വിചിത്രമായ ചില ആവശ്യങ്ങളാണ്. അത് സാധ്യമല്ല എന്ന് ചീഫ് സെക്രട്ടറി നിലപാടറിയിക്കുമ്പോൾ എന്താകും പ്രശാന്തിന്റെ തുടർ നീക്കം എന്നുള്ളതാണ് ഇനി നിർണായകം.